ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയും വേദനകളെല്ലാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്നലകളിൽ പലരെയും ആശ്രയിച്ചു, പലരെയും വിശ്വസിച്ചു. ആശ്രയിച്ചവരാരും തന്നെ നമ്മളെ തുണച്ചില്ല. ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പലരെയും വിശ്വസിച്ചു, പക്ഷെ അവർ തന്നെ നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടാകാം. ലോകത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ സുരക്ഷിതത്വം വിശ്വസിച്ചുറപ്പിച്ചു, പക്ഷേ അതിനൊന്നും നമ്മളെ, നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെയൊന്നും സുരക്ഷിതത്വത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. മക്കളെ, ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. ദൈവത്തിലാണ് നിന്റെ വിശ്വാസം അർപ്പിക്കേണ്ടത്. ദൈവീക സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. മോളെ, മോനെ, നിന്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ആരോടും പറഞ്ഞിട്ടില്ലാത്ത, പങ്കുവെച്ചിട്ടില്ലാത്ത ചില ജീവിതത്തിൻ്റെ ദുഃഖങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ ഒരിടം നിനക്കില്ല. ആരോട് പറയും? ആരുടെ മുമ്പിൽ പോയി നിന്റെ ഈ സ്വകാര്യ ദുഃഖങ്ങൾ, കുടുംബത്തിൽ കടന്നു പോകുന്ന അവസ്ഥകൾ പറയും? പിന്നീടത് ഒരുപക്ഷെ നാട്ടുകാർ മുഴുവനും എല്ലാവരും അറിയും. ചിലപ്പോൾ അതിൻ്റെ പേരിൽ നീ പിന്നീട് ക്രൂശിക്കപ്പെടുമെന്നൊക്കെ ചിന്തിച്ചിട്ട് ആരോടൊന്നും പറയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയല്ലേ നിൻ്റേത്? എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കല്ലേ? ആരോടൊന്നും പറയാതെ, ആരോടൊന്നും പങ്കുവയ്ക്കാതെ എത്ര നാളങ്ങനെ പോകും? മനസ്സ് വല്ലാതെ അങ്ങോട്ട് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ, മനസ്സ് വല്ലാതെ അങ്ങോട്ട് നിറയുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ അതങ്ങോട്ട് പൊട്ടി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. സങ്കടമായിട്ടും വേദനയായിട്ടും കരച്ചിലായിട്ടും വെറുപ്പായിട്ടും ദേഷ്യമായിട്ടൊക്കെ ഇത് പുറത്തോട്ട് ഒഴുകും. അതുകൊണ്ട് മോളെ, മോനെ, കർത്താവിൻ്റെ സ്നേഹത്തിൽ ഓരോ അനുഭവങ്ങളെയും സ്വീകരിക്കുന്നിടത്താണ് സൗഖ്യമിരിക്കുന്നത്. നീ ഇന്നലകളിൽ കടന്നുപോയിട്ടുള്ള സകല വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും തിരസ്കരണ അനുഭവങ്ങളും മാറ്റി നിർത്തപ്പെട്ട ഓർമ്മകളെല്ലാം ഉണ്ടല്ലോ. കളിയാക്കപ്പെട്ടതിൻ്റെ, പരിഹസിക്കപ്പെട്ടതിൻ്റെ, കുറ്റമാരോപിക്കപ്പെട്ടതിൻ്റെ, ചെയ്യാത്ത കാര്യങ്ങൾക്കും ഇതേ നീ വിമർശിക്കപ്പെട്ടതിൻ്റെ ഒക്കെ സങ്കടങ്ങളുള്ളിലില്ലേ? ഇതിലെല്ലാം സൗഖ്യം വേണ്ടേ? യേശുവിൻ്റെ സ്നേഹത്തിൽ അവയെ സമർപ്പിക്കുക. ദൈവകരങ്ങളിൽ നിന്ന് അനുഭവത്തെ എടുക്കുമ്പോൾ അത് സൗഖ്യമുള്ളതായിട്ട് മാറും. ഈശോയോട് പറ, നിന്റെ വേദനകൾ, ശരീരത്തിൽ രോഗമുണ്ടോ? ആ രോഗങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. മനസ്സിനാണോ നിന്റെ രോഗം? ഈശോയ്ക്ക് കൊടുക്കുക. ജോലിയില്ലാത്തതാണോ നിന്റെ വേദന? ഈശോയ്ക്ക് കൊടുക്കുക. മക്കളെ ഓർത്തുള്ള സങ്കടങ്ങളാണോ നിന്റെ മനസ്സിൽ നിറയെ? ഈശോയ്ക്ക് കൊടുക്കുക. മകളുടെ വഴിവിട്ട ജീവിതത്തെ ഓർത്താണോ നീ സങ്കടപ്പെടുന്നത്? ഈശോയ്ക്ക് കൊടുക്കുക. മകൻ്റെ അനുസരണക്കേടിൻ്റെ സ്വഭാവത്തെ ഓർത്താണോ സങ്കടം? ഈശോയ്ക്ക് കൊടുക്കുക. ചെറുപ്രായത്തിലെ തന്നെ മക്കൾ രോഗികളായി തീർന്നതിൻ്റെ സങ്കടം മനസ്സിലുണ്ടോ? ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. വരുമാന മാർഗങ്ങൾ, ജോലി മേഖലകൾ, ബിസിനസ്സുകളൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്നതിൻ്റെ സങ്കടം മനസ്സിലുണ്ടോ? ഈശോയോട് പറ. നിന്റെ വീട്ടിൽ പോലും നിനക്കൊരു സ്ഥാനമില്ല, ഒരു അംഗീകാരമില്ലാത്ത അവസ്ഥയിലാണോ? ഈശോയോട് പറ, ഈശോയെ, ഇതൊക്കെയാണ് എൻ്റെ നൊമ്പരങ്ങൾ. ഈശോയെ, ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ. ആരും കേൾക്കാനില്ലാത്തതൊക്കെ ഇതാ നിന്റെ മുമ്പിൽ ഞാൻ ഇറക്കി വയ്ക്കുന്നു. ആരോടും പറയാൻ പറ്റാത്തതൊക്കെ ഈശോയെ നിന്റെ മുമ്പിൽ ഇതാ ഞാൻ പങ്കുവയ്ക്കുന്നു. നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും. നിനക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റൂ. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഈശോയെ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറുമെൻ കഥ പറയുമ്പോൾ കരുണയോടത് മുഴുവൻ കേൾക്കാൻ നാദാ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു
മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. മടിയിൽ തുറന്നു വച്ചിരിക്കുന്നത് മാറോട് ചേർത്ത് വയ്ക്കുക. നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്നവനാണ് നിന്റെ ദൈവം. കർത്താവ് വചനത്തിൽ പറഞ്ഞില്ലേ, മോളെ, നിന്റെ കണ്ണിൽ നിന്നും മുതിർന്നു വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ടെന്ന്. ഇതാ നിന്റെ അലച്ചിലുകൾ, ഇന്നലകളിൽ നീ എന്തിനൊക്കെ വേണ്ടി ജീവിതത്തിൽ അലഞ്ഞോ അതെല്ലാം കർത്താവ് എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ഇന്നലകളിൽ എന്തിനേക്ക് ഓർത്താ മോളെ മോനെ നീ കരഞ്ഞത്? എന്തൊക്കെയായിരുന്നു നിന്റെ കണ്ണുനീരിന്റെ വിഷയങ്ങള്? അതെല്ലാം ഈശോയ്ക്ക് അറിയാം. അത് നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. നിന്റെ കരച്ചിലിന്റെ കാരണങ്ങളെല്ലാം നിന്റെ കർത്താവിന് അറിയാം. ഈശോവേ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആരാധനയിൽ പങ്കുചേരുന്നവരുണ്ടാകാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ണുനീരിന്റെ താഴ്വരയിൽ ജീവിതം തള്ളി നിൽക്കുന്ന മക്കളുണ്ടാകാം. കരയാനിന് കണ്ണുനീരില്ലാത്തൊരവസ്ഥയിൽ ജീവിതമല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. ഈശോയെ, ഏതെല്ലാം വിഷയങ്ങൾ ഇവിടെ സ്വകാര്യ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ടോ? മക്കളെ ഓർത്തുള്ള വിഷയങ്ങളോ, ജീവിത പങ്കാളിയെ ഓർത്തോ, കുടുംബത്തെ ഓർത്തോ, വരുമാന മാർഗങ്ങളൊക്കെ ഓർത്തുള്ള വിഷയങ്ങളാകാം. ചില പഠനങ്ങൾ, ചില പരീക്ഷകൾ, ചില അഡ്മിഷനുകൾ, ചില വിദേശ യാത്രകള്. തമ്പുരാനെ, നീ തൊടണമേ. കർത്താവിടെ മനസ്സിന് നീ സൗഖ്യം നൽകണമേ. ഈശോയെ, നിന്റെ വലത് കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കാര്യം നടത്തിത്തരും. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങൾ. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ്. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ